മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂണുകളാണ് നമ്മളുടെ ലാലേട്ടനും മമ്മൂക്കിയും. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പടങ്ങളിൽ അവർ രണ്ടുപേരും ഇതുവരെ ഒരുമിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള പടങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് പടങ്ങളെ പറ്റി ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല, ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഊതിക്കാച്ചിയ പൊന്നി. ഈ ചിത്രത്തിലാണ് മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നീട് അഹിംസ എന്ന് പറയുന്ന പടത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് സിന്ദൂര സന്ധിക്കും മൗനം. പിന്നീട് പടയോട്ടം എന്ന പടത്തിൽ അഭിനയിച്ചു. ഇതിൽ മോഹൻലാലിന്റെ അച്ഛനായിട്ടാണ് മമ്മൂട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ പിന്നെ എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന് പറയുന്ന ഒരു പടത്തിൽ അവർ ഒരുമിച്ച് വന്നു. പിന്നെ ആ ദിവസം. പിന്നീട് വിസ എന്ന് പറയുന്ന പടം ആ സമയത്ത് നല്ലൊരു ഹിറ്റായിരുന്നു. അതുപോലെ കിടിലം പടവും കൂടിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് ശേഷം കാഴ്ചയിൽ, അതുപോലെ സന്ധ്യക്ക് വിരിഞ്ഞ പൂവ്, പിന്നീട് പിന്നിലാവ്, അതുപോലെ ഒരു മുഖം പലമുഖം എന്ന് പറയുന്ന പടത്തിൽ അവർ വന്നു. പിന്നീട് നാണയം എന്ന് പറയുന്ന പടത്തിൽ വന്നു. നാണയം എന്ന് പറയുന്ന പടമാണെന്ന് തോന്നുന്നു ഇതുവരെ വന്നതിൽ അവരൊരു കോമഡി പടത്തിൽ ഒരുമിച്ചിട്ടുള്ള പടം. അതുപോലെ പിന്നീട് ഇനിയെങ്കിലും, ഹിമവാഹിനി, ഗുരുദക്ഷിണ, എൻ്റെ കഥ എന്ന് പറയുന്ന പടങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നീട് ചെങ്ങാത്തം, അതുപോലെ ചക്രവാളം ചുവന്നപ്പോൾ, വേട്ട എന്ന് പറയുന്ന പടങ്ങളിലും, പാവം പൂർണിമ, ഒന്നാണ് നമ്മൾ, ലക്ഷ്മണരേഖ എന്ന് പറയുന്ന പടങ്ങളിൽ അവരഭിനയിച്ചു. ലക്ഷ്മണരേഖയിൽ മോഹൻലാലായിരുന്നു ഇമ്പോർട്ടൻ്റ് റോൾ അഭിനയിച്ചിരുന്നത്. മമ്മൂട്ടി ജസ്റ്റ് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളായിരുന്നു. അതുപോലെ പിന്നീട് എന്ന് പറയുന്നത് ഇതാ ഇന്നു മുതൽ, അതുപോലെ അതിരാത്രം നമുക്കറിയാം. മമ്മൂട്ടിയുടെ താരാദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉദിച്ച പടമായിരുന്നു ഈ അതിരാത്രം എന്ന് പറയുന്നത്. അതിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളായിരുന്നു, ജസ്റ്റ് ഒരു പോലീസ് ഓഫീസറായിട്ട്. അതിനുശേഷം എന്താണ് അറിയാത്ത വീതികൾ എന്ന് പറയുന്ന പടങ്ങളിൽ, അതുപോലെ അടിയൊഴുക്കുകൾ, പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന പടങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. പിന്നീട് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അതുപോലെ അവിടത്തെ പോലെ തന്നെ ഇവിടെയും, അനുബന്ധനം, അങ്ങാടിക്കപ്പുറത്ത്, ഇടനിലങ്ങൾ, പിന്നീട് കരിമ്പിൻ പൂവിനക്കരി എന്ന് പറയുന്ന പടത്തിൽ അവർ അഭിനയിച്ചു. ഇതിൽ മമ്മൂട്ടിക്കാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ. പക്ഷേ ലാലേട്ടൻ്റെ ക്യാരക്ടർ ഒരു കിടിലൻ ക്യാരക്ടറാണ്. പക്ഷേ അവസാനം ആൾ എന്താണ് മരിച്ചു പോകുന്നുണ്ട്. കണ്ടറിഞ്ഞ പടത്തിൽ അവരൊന്ന് അഭിനയിച്ചത്. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന മോഹൻലാൽ ചിത്രത്തിൽ വെറും ഒരു ചെറിയ റോൾ, ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വഴിപോക്കനായിട്ട് മമ്മൂട്ടി വന്നിട്ട് പോയി. അതുപോലെ പിന്നീട് വാർത്ത എന്ന് പറയുന്ന പടത്തിൽ അവർ ഒരുമിച്ച് വന്നു. പിന്നീട് കരിയിലക്കാറ്റ് പോലെ അവർ ഒരുമിച്ച് വന്നു. പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് അവർ വന്നു. അതുപോലെ നേരം പുലരുമ്പോൾ കാവേരി, അതുപോലെ മോഹൻലാൽ നായകനെ എത്തി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ജസ്റ്റ് മമ്മൂട്ടി ഒരു ക്യാമിയോ റോൾ ചെയ്തു. പിന്നെ മനുവങ്കിൾ എന്ന് പറയുന്ന പടത്തിൽ, മമ്മൂട്ടിയുടെ പടത്തിൽ മോഹൻലാൽ ചെറിയൊരു ക്യാമിയോ റോളിൽ വന്ന് പോയി. പിന്നീട് ഗീതം എന്ന് പറയുന്ന പടത്തിൽ അവർ വന്നു. പിന്നീട് പടയണി എന്ന് പറയുന്ന പടത്തിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. അതുപോലെ പിന്നീട് അടിമകൾ ഉടമകൾ എന്ന് പറയുന്ന പടത്തിൽ അവർ അഭിനയിച്ചു. അതൊരു കിടിലം പടമാണ്. പിന്നീട് എന്ന് പറയുന്നത് ഹരികൃഷ്ണൻസ്, അറിയാലോ എക്കാലത്തെ മികച്ച മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്നത്. ഫാസിൽ സംവിധാനം ചെയ്ത ആ പടമാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. അതിനുശേഷം നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന പടത്തിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. ഇതിൽ മമ്മൂട്ടി തന്നെയായിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ മറ്റൊരു ഫേവറേറ്റ് ചിത്രമാണ്. ഇതൊരു കിടിലം പടമാണ്. ചെറിയൊരു ത്രില്ലർ പോലെയുള്ള ഒരു പടമാണ് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്നത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ നരസിംഹ എന്ന് പറയുന്ന പടത്തിൽ ഒന്നിച്ച് അഭിനയിച്ചു. അതിൽ മമ്മൂട്ടിയുടെ ക്യാമറകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നന്ദഗോപാൽമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറാണ്. പിന്നീട് 2020 എന്ന് പറയുന്ന ജോഷി സംവിധാനം ചെയ്ത പടത്തിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചു. അതിൽ നമുക്കറിയാലോ മോഹൻലാൽ ദേവരാജ പ്രതാപവർമ്മയായി എത്തി, മമ്മൂട്ടി രമേശ് നമ്പ്യാറായിട്ടും എത്തി. അതുപോലെ പിന്നീട് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലായിരുന്നു അവർ ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് മോഹൻലാലായിട്ട് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ചെറിയ റോളായിരുന്നു. പിന്നീട് അവർ വർഷങ്ങൾക്ക് ശേഷം പാട്രിയറ്റ് എന്ന് പറയുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഒന്നിച്ചിട്ടുണ്ട്. അപ്പോൾ പാട്രിയറ്റ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് വന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണെന്നെല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുന്ന കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ വിട്ടുപോയ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കുക. എനിവേ, மீண்டும் சந்திக்கும் வரை வணக்கம்.